ഒരു ചെറിയ പിഴവ് കൊണ്ട് വെറും 1 ഇഞ്ച് പോലും ഗ്യാപ്പ് വിടാത്ത നിങ്ങളുടെ സ്വന്തം ഭൂമിയിൽ പണിത കോമ്പൗണ്ട് വാൾ പോലും ഒടുവിൽ പൊളിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വീടിൻ്റെ കോമ്പൗണ്ട് വാൾ പണിയുമ്പോൾ ബൗണ്ടറിയിൽ നിന്ന് എത്ര ഗ്യാപ്പ് വിടണമെന്നത് പലർക്കും ചെറിയ കാര്യമെന്ന് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ഫ്യൂച്ചറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സീരിയസ് വിഷയം തന്നെയാണ്. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിൽ സേഫ് ഗ്യാപ്പ് എത്രയാണ്, എന്തുകൊണ്ട് ഗ്യാപ്പ് വിടണം, ഗ്യാപ്പ് വിടാഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ വരും എന്നതെല്ലാം ഡീറ്റെയിലായി നോക്കാം. സാധാരണയായി പല ആളുകളും കോമ്പൗണ്ട് വാൾ പണിയുമ്പോൾ ബൗണ്ടറി ലൈൻ എവിടെയാണോ അതിൽ തന്നെ എക്സാക്റ്റായി വാൾ പണിയാം എന്നൊരു ധാരണയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്ക് തോന്നുന്നത് 1 ഇഞ്ച് പോലും ഭൂമി കളയരുത് എന്നാണ്. പക്ഷേ പ്രാക്ടിക്കലായി നോക്കുമ്പോൾ സർവേ മെഷർമെൻറ്റ് ഒരിക്കലും 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. കൂടാതെ കൺസ്ട്രക്ഷൻ സമയത്ത് ചെറിയ അലൈൻമെൻറ്റ് മിസ്റ്റേക്സ് സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്സാക്ട് ബൗണ്ടറിയിൽ വാൾ പണിയുന്നത് റിസ്കി ആയൊരു തീരുമാനമാണ്. ഇത്തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്സ് കാരണം തന്നെ പല സ്ഥലങ്ങളിലും നെയ്ബറിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവുകയും ഒടുവിൽ അത് എൻക്രോച്ച്മെൻറ്റ് കേസായി കോർട്ട് വരെ പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് വാൾ പണിയുമ്പോൾ ആക്ച്വലി എത്ര ഗ്യാപ്പ് വിടണം എന്നതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സാധാരണയായി ഫോളോ ചെയ്യുന്ന സേഫ് പ്രാക്ടീസ് അനുസരിച്ച് മിനിമമായി 2 സെൻറ്റിമീറ്റർ മുതൽ 5 സെൻറ്റിമീറ്റർ വരെ ഗ്യാപ്പ് വിടുന്നത് ബേസിക് സേഫ്റ്റിയായി കൺസിഡർ ചെയ്യപ്പെടുന്നു. എന്നാൽ സ്ലൈറ്റ്ലി ബെറ്റർ സേഫ്റ്റി വേണമെങ്കിൽ 5 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ഗ്യാപ്പ് വിടുന്നത് ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട് ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. ചെറിയ പ്ലോട്ട്സ് ഉള്ളവർക്ക് 2 മുതൽ 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് മതിയാകും. പക്ഷേ വലിയ പ്ലോട്ട്സ് ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ ഗ്യാപ്പ് വിടുന്നത് മെയിൻ്റനൻസിനും സേഫ്റ്റിക്കും സഹായകരമാണ്. കാരണം ചെറിയ ഗ്യാപ്പ് പോലെയാണ് തോന്നുന്നതെങ്കിലും ഇത് ഫ്യൂച്ചറിൽ വലിയ ലീഗൽ പ്രോബ്ലംസ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു സ്മാർട്ട് തീരുമാനമാണ്. ഈ ലീഗൽ സൈഡ് നോക്കുമ്പോൾ കോർട്ട് പ്രധാനമായും പരിശോധിക്കുന്നത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ കോടതി നോക്കുകയുള്ളൂ. അത് 1 സെൻറ്റിമീറ്റർ ആയാലും 1 ഇഞ്ച് ആയാലും നെയ്ബറിൻ്റെ ഭൂമിയിലേക്ക് കടന്നാൽ അത് എൻക്രോച്ച്മെൻ്റ് ആയി തന്നെ കൺസിഡർ ചെയ്യപ്പെടും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഓണർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും കോടതി അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇത്തരത്തിലൊരു കേസ് വന്നാൽ കോടതി വാൾ റിമൂവ് ചെയ്യാൻ ഓർഡർ നൽകാനും കേസ് നീണ്ടുപോകാനും അൺനെസസറിയായി മണിയും സമയവും നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്സാക്ട് ലൈൻ എന്നതിനേക്കാൾ സേഫ് ഗ്യാപ്പ് എന്ന അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. കോമ്പൗണ്ട് വാൾ പണിയുന്നതിന് മുമ്പ് ചില സിമ്പിൾ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ആദ്യമായി ഒരു ലൈസൻസ്ഡ് സർവേയറെ ഉപയോഗിച്ച് ലാൻഡ് സർവേ ചെയ്ത് എക്സാക്ട് ബൗണ്ടറി കൺഫേം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഡോക്യുമെൻറ്റ്സ് മാത്രം ആശ്രയിച്ച് വർക്ക് തുടങ്ങുന്നത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കും. അടുത്തതായി ഗ്രൗണ്ടിലുള്ള ബൗണ്ടറി സ്റ്റോൺസ് ശരിയായ സ്ഥലത്താണോ എന്ന് ചെക്ക് ചെയ്യുകയും സെയിൽ ഡീഡിലും സർവേ സ്കെച്ചിലുമുള്ള ഡീറ്റെയിൽസ് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം നെയ്ബറുമായി ഫ്രണ്ട്ലിയായി ഒരു ഡിസ്കഷൻ നടത്തുന്നത് ഫ്യൂച്ചറിലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒഴിവാക്കാൻ വളരെ സഹായകരമായ ഒരു ചെറിയ സ്റ്റെപ്പാണ്. ഇവയെല്ലാം അറിയാത്തതുകൊണ്ടാണ് പലരും ചില കോമൺ മിസ്റ്റേക്സ് റിപ്പീറ്റഡ്ലി ചെയ്യുന്നത്. ഉദാഹരണത്തിന് അപ്രോക്സിമേറ്റായി ലൈൻ അസ്യൂം ചെയ്ത് വാൾ പണിയുന്നത്, പഴയ ഫെൻസ് ഉള്ള സ്ഥലത്ത് തന്നെ പുതിയ വാൾ ഇടുന്നത്, സർവേ ചെയ്യാതെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഒന്നും വിടാതെ എക്സാക്ട് ബൗണ്ടറിയിൽ തന്നെ വാൾ പണിയുന്നത്. ഇവയെല്ലാം ചെറിയ പിഴവുകളായി തോന്നിയാലും ലോങ് ടൈമിൽ വലിയ ലീഗൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനാൽ കോമ്പൗണ്ട് വാൾ പണിയുമ്പോൾ ചെറിയ ഗ്യാപ്പ് വിടുന്നത് ഒരു ലോസ് അല്ല, മറിച്ച് അത് നിങ്ങളുടെ പ്രോപ്പർട്ടി സേഫ് ആക്കാനുള്ള ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.